നമ്മുടെ ഇടവക നമ്മുടെ ദിവംഗതനായ കാർഡിനൽ ജോസഫ് പാറേക്കാട്ടിൽ മെത്രാപ്പോലിത്തയുടെ ഇടവകയാണ്. ഇവിടെ പാരമ്പര്യം പേറുന്ന ക്രിസ്ത്യാനികളാണ് നമുക്കുള്ളത്. 2-3 സ്കൂളുകളുണ്ട്, പള്ളിയുടെ സ്കൂളുണ്ട്, സിസ്റ്റേഴ്സിൻ്റെ സ്കൂളുകളുണ്ട്, 2 കോൺഗ്രിഗേഷൻ്റെ മഠങ്ങളുണ്ട്. അങ്ങനെ ഒരു ദൈവവിളിയുടെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ ഒരു വലിയ അടിത്തറ കിട്ടിയിട്ടുള്ള ഒരു ഇടവകയാണിത്. നമുക്കിവിടെ ഈ ഇടവകയിൽ നിന്ന് വൈദികർ, സന്യസ്തർ എങ്ങനെയുണ്ട്, എത്ര പേരുണ്ട്, അതുപോലെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ സെമിനാരി പഠിക്കുന്നവരോ അല്ലെങ്കിൽ ദൈവവിളിയുടെ കാര്യത്തിൽ ഇടവക ഏത് രീതിയിലാണ് ഈ സമയത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിനെക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കുകയാണെങ്കിൽ. കിടങ്ങൂർ ഇടവക തീർച്ചയായിട്ടും അനുഗ്രഹീതമായൊരു ഇടവകയാണ്. നമുക്കറിയാം, കാർഡിനൽ ജോസഫ് പാറേക്കാട്ടിൽ ജനിച്ച ഒരു മണ്ണാണിത്. അതുകൊണ്ട് തന്നെ ക്രിസ്തീയമായ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുന്ന കുടുംബങ്ങളുമാണ് ഇവിടെയുള്ളത്. പിതാവിൽ നിന്ന് കിട്ടിയ ഒരു പൈതൃകമുണ്ട്. ആ പൈതൃകം വളരെ കാര്യമായിട്ട് ആളുകൾ ഹൃദയത്തിൽ പേറുന്നു, അവരുടെ വിശ്വാസ ജീവിതത്തിൽ അത് പ്രകടിപ്പിക്കുന്നുമുണ്ട്. അതിനോടൊപ്പം തന്നെ അനുഗ്രഹിക്കപ്പെട്ടൊരു ഇടവകയാണ് മറ്റൊരർത്ഥത്തിൽ. കാരണം ഞങ്ങൾക്ക് 2 കോൺവെൻറ്റ്സ് ഇവിടെയുണ്ട്. ആ 2 കോൺവെൻറ്റിലും കൂടി ഏതാണ്ട് ഒരു 60ഓളം സിസ്റ്റേഴ്സുണ്ട്. ഈ പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുമ്പോൾ എല്ലാ സെൻറ്ററുകളിലും 3, 4, 5 പേരുടെ സാന്നിധ്യം അത് വലിയൊരു ആത്മീയമായ ശക്തിയാണ് ഇടവകയ്ക്ക്. ഒപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടവകയുടെ അതിർത്തിയിൽ തന്നെ CST കോൺഗ്രിഗേഷനിൽപ്പെട്ട ഒരു ഭവനം കൂടിയുണ്ട്. അപ്പോൾ ഒരുമിച്ച് കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം അവിടെ നടക്കുക. അപ്പോൾ പാറേക്കാട്ടി പിതാവിൻ്റെ പൈതൃകവും ഈ പറയുന്ന സന്യസ്ത സഭകളുടെ സാന്നിധ്യവും ദൈവവിളി ഒരുപാട് ഇവിടെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഏറെ അച്ഛന്മാർ ഇടവകയിൽ നിന്നുണ്ട്. വളരെയേറെ പാസ്റ്ററലായിട്ട് മിനിസ്ട്രിയിൽ ശോഭിക്കുന്ന ജനകീയനായിട്ടുള്ള ഞങ്ങളുടെ കല്ലുകാരനച്ഛനൊക്കെ, പോൾ കല്ലുകാരനച്ഛൻ ഇപ്പോൾ കൊരട്ടിയിലാണ് സേവനം ചെയ്യുക. അച്ഛനൊക്കെ ഇവിടുത്തെ ഒരു മൂത്ത സഹോദരനാണ്. അതുപോലെ സിസ്റ്റേഴ്സ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇവിടെ നിന്നുള്ള സിസ്റ്റേഴ്സ് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, ഇന്ത്യക്ക് അകത്തും പുറത്തുമായിട്ട്. അപ്പോൾ ദൈവവിളി കൊണ്ടും വളരെ സമ്പന്നമായ ഒരു ഇടവകയാണ് ഈ ഇടവക. അതുപോലെ തന്നെ യുവജനങ്ങളും വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണത്. വിൻസെൻ്റ് ഇപ്പോൾ സംഘടന, വിമൻ വെൽഫെയർ, CLC, CML വളരെ ശക്തമാണ്. CLC, CML ഒക്കെ ഒരുപക്ഷെ അതിരൂപതയിലെ ഏറ്റവും നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു സെൻ്ററായിരുന്നു കിടങ്ങൂർ. അപ്പോൾ തീർച്ചയായിട്ടും ദൈവവിളിയാൽ സമ്പന്നമായൊരു ഇടവകയാണ്. ഈ നാളുകളിലും ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് സെമിനാരിയിലേക്കും മഠങ്ങളിലേക്കൊക്കെ പുതിയ ആളുകൾ ചേരുന്ന് കാണുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. കൊച്ചച്ഛനൊന്ന് മൈക്ക് കൈമാറാം. കൊച്ചച്ഛ, 10-12 വർഷത്തെ സെമിനാരി പരിശീലനം എല്ലാം കഴിഞ്ഞ് വൈദികനായിട്ടിറങ്ങി ആദ്യത്തെ ഇടവകയാണ് പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടത്. 1 വർഷത്തെ പൗരോഹിത്യ ശുശ്രൂഷ കഴിഞ്ഞ് പുതിയ ഇടവകയിലേക്ക് അച്ഛൻ കൊരട്ടിമുത്തിയുടെ പള്ളിയിലേക്കാണ് അടുത്ത നിയമനമായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വാതിക്കൽ നിൽക്കുക. പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഇടയിലാണ് അതിൻ്റെ അറിയിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ 1 വർഷത്തെ തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആദ്യത്തെ വർഷം നമുക്ക് മറക്കാൻ പറ്റില്ല. അച്ഛനായിട്ട് ആദ്യം പൗരോഹിത്യ ശുശ്രൂഷ ചെയ്ത പള്ളിയാണ്. ഇവിടെ നിന്ന് പിൻവാങ്ങുമ്പോൾ അച്ഛന് എന്ത് തോന്നുന്നു? ഈ കഴിഞ്ഞ 1 വർഷത്തെ ശുശ്രൂഷയും നാടും നാട്ടുകാരും അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതവും. കഴിഞ്ഞ 1 വർഷം ഇവിടെ ആയിരിക്കാൻ സാധിച്ചു. വലിയ സംതൃപ്തിയാണ് എനിക്കുള്ളത്. കാരണം എല്ലാവരും വലിയ സ്നേഹത്തോടെ, പ്രത്യേകിച്ച് പാറേക്കാട്ടിൽ പിതാവിൻ്റെ ഈ ഇടവകയിൽ ആദ്യമായിട്ട് എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ എനിക്ക് വലിയ അഭിമാനം തരുന്നൊരു കാര്യമാണ്. കാരണം പാറേക്കാട്ടിൽ പിതാവിൻ്റെ വീടും പാറേക്കാട്ടിൽ പിതാവ് താമസിച്ച സ്ഥലമൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ചെന്ന് ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ, പാറേക്കാട്ടിൽ പിതാവ് ഉപയോഗിച്ച വസ്തുക്കൾ കാണുമ്പോൾ ഒരു വലിയ ആത്മീയ ഉണർവും സഭയെ നയിക്കാനുള്ള വലിയ തീവ്രമായ ആഗ്രഹമൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. വലിയ സന്തോഷമാണ് ഈ ഇടവകയിൽ സേവനം ചെയ്യാൻ സാധിച്ചതിൽ. ഉണ്ണീശോയുടെ വലിയ അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടവക കൂടിയാണ്. യുവജനങ്ങളും അതുപോലെ തന്നെ എല്ലാ സംഘടനകളും വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഇടവക കൂടിയാണിത്. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മൾ അങ്കമാലി കിടങ്ങൂർ ഉണ്ണിമിശിക ദേവാലയത്തിലെ പോപ്പുലർ മിഷൻ ധ്യാനം അതിൻ്റെ സമാപന സമയങ്ങളിൽ ആയിരിക്കുകയാണ്. സന്തോഷം ഈ ഇടവകയിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട വികാരച്ചനോടും കൊച്ചച്ചനോടൊപ്പം ഞാനിവിടെ പള്ളി സെൻറ്ററിലായിരുന്നു ധ്യാനിപ്പിച്ച്. ബാക്കി 4 കേന്ദ്രങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ താമസിച്ച പള്ളിയിൽ ഈ വൈദികരുടെ കൂടെയാണ്. ഒരാഴ്ച വികാരിയച്ഛൻ്റെയും കൊച്ചച്ഛൻ്റെയും സൗഹൃദത്തിലായിരുന്നു. ഒരുമിച്ച് ഭക്ഷണം കഴിച്ച്, ഒരുമിച്ച് ബലിയർപ്പിച്ച്, ശുശ്രൂഷ ചെയ്തൊക്കെ കടന്നുപോയ ഒരാഴ്ച. അച്ഛന്മാരെ സന്തോഷമുണ്ട് നിങ്ങളുടെ കൂടെ ആയിരുന്ന ഒരാഴ്ചക്കാലം. നിങ്ങൾക്ക് പോപ്പുലർ മിഷൻ ധ്യാനത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ചിന്ത എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ പിന്നിടുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന്. നിങ്ങളുടെ സൗഹാർദ്ദം എന്നെ സംബന്ധിച്ച് ഒരുപാട് നന്മയായിരുന്നു, അനുഗ്രഹമായിട്ട് തോന്നി. നമുക്ക് ഇനി എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടുമുട്ടാം.
ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പോപ്പിൾ മിഷൻ ധ്യാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷയിലും ദൈവം സമർത്ഥമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോകുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോകുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. വിശുദ്ധ മദർ തെരേസായും തമ്പുരാൻ്റെ വചനം എൻ്റെ ജീവിത ലക്ഷ്യമായി കണ്ടതാണ് എൻ്റെ ജീവിത ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് ഏറ്റുപറഞ്ഞ ഒരു ജീവിതമാണ്. സ്നേഹമുള്ളവരെ, നമ്മിലേക്ക് ഒഴുകിയിറങ്ങുന്ന ദൈവത്തിൻ്റെ കൃപ ചാലുകീറുന്നത് തമ്പുരാൻ്റെ വചനത്തിൽ കൂടെയാണ്. നമുക്ക് ദാഹിക്കാം, വചനത്തിന് വേണ്ടി ദാഹിക്കാം. വചനത്തിൻ്റെ മഴ കൊണ്ട് ഈ ദിനങ്ങളെല്ലാം നമ്മുടെ സായാഹ്നങ്ങളെ സമ്പന്നമാക്കി. ഈ മൈതാനവും ഇതുപോലെയുള്ള മറ്റ് 4 ഇടങ്ങളിലും വചനമഴ കൊണ്ട് ഈ പ്രദേശത്തെ യാഗദൈവം കൃപയാൽ നിറച്ചു. ഈ വചനത്തിൻ്റെ ചൈതന്യവും യേശുവിൻ്റെ കൃപയും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ ഞാൻ ആദ്യം പറഞ്ഞ ബലിപീഠമൊരുക്കാൻ കഴിയണം. നമ്മുടെ കുടുംബത്തിൽ ബലിപീഠമൊരുക്കാൻ കഴിയണം. വചനം എൻ്റെ ജീവിതത്തിന് വഴികാട്ടിയായും പാദങ്ങൾക്ക് വിളക്കായും മാറണം. തീർച്ചയായും വചനത്തിൻ്റെ നിറവിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് തന്നെ സ്നേഹമുള്ളവരെ, 2 കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാനും നിങ്ങളുമെല്ലാം തമ്പുരാനു വേണ്ടി വചനമാകണം, തമ്പുരാനു വേണ്ടി അപ്പമാകണം. ബി ബുക്ക് ആൻഡ് ബി ബ്രെഡ്. വചനമാവുക എന്ന് പറഞ്ഞ് നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് തമ്പുരാൻ്റെ വചനങ്ങൾ ശ്രവിക്കുവാനും വായിക്കുവാനും ഒക്കെയുള്ള ആഗ്രഹം നമുക്കുണ്ടാകണം. ആ വചനം മറ്റുള്ളവർക്കൂടെ പകർന്നു കൊടുക്കാൻ കഴിയുന്ന വിധം നമ്മുടെ ഹൃദയത്തെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തുക. 2, ഈ വചനം എന്നിൽ മാംസം ധരിക്കണം. ഓരോ ദിനവും ബലിപീഠത്തിൽ തമ്പുരാൻ്റെ മാംസരക്തങ്ങൾ സ്വീകരിക്കുന്ന നമുക്ക് ഈ വചനം എന്നിൽ മാംസം ധരിച്ച് അവരന് അനുഗ്രഹമായി മാറുന്ന മനോഹരമായ നിമിഷങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞാൽ തമ്പുരാൻ നമ്മിലൂടെ പ്രവർത്തിക്കും. ഈ ഉണ്ണിമിശിഹ ദേവാലയവും ഇടവക ദേവാലയവും ബന്ധപ്പെട്ട് കർത്താവിൻ്റെ സജീവമായ സാന്നിധ്യം എന്നും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് വേണ്ടി ദാഹിക്കാനും കർത്താവിന് വേണ്ടി വിശക്കാനും കഴിയുക. നമ്മുടെ ഓരോ ദിനവുമുള്ള ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും കൊണ്ട് തമ്പുരാൻ്റെ ബലിവേദിയിൽ സമർപ്പിച്ച് തമ്പുരാൻ്റെ കൃപയാൽ നിറച്ച് നമ്മുടെ ജീവിതങ്ങളെ ധന്യമാക്കാൻ കഴിയുക. തീർച്ചയായും ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും ഈ ഇടവകയിലും നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടാകും. നമുക്ക് ഒന്ന് തന്നെ പ്രാർത്ഥിക്കാം. നമ്മുടെ അതിരൂപതയെ, നമ്മുടെ ഇടവകകളെ, നമ്മുടെ കുടുംബങ്ങളെയെല്ലാം ധാരാളമായ കൃപ നൽകി അനുഗ്രഹിക്കാൻ. ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കട്ടെ, ദൈവത്തിനു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന ഒരു ഇടവക സമൂഹമായി എന്നും നിലകൊള്ളാൻ വചനത്തിൻ്റെയും ആത്മാവിൻ്റെയും കൃപ നമ്മിലേക്ക് നിരന്തരമായി ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. പോപ്പുലർ മിഷൻ ധ്യാനത്തിന് എല്ലാവിധ നന്മകളും നേരുന്നു. സമാപന ദിനം അനുഗ്രഹീതമാകട്ടെ എന്ന് ആത്മാർത്ഥം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ പ്രിയപ്പെട്ട പൊട്ടക്കിലച്ചൻ ഈ ധ്യാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ദാഹവും വിശപ്പും ഒരിക്കലും ശമിക്കരുതെന്നും നമ്മുടെ ഇടവക ദൈവസ്നേഹത്താൽ ആളിക്കത്തുന്ന ഒരു ഇടവകയായിട്ട് മാറണമെന്നും വളരെ വ്യക്തമായിട്ട് തൻ്റെ സന്ദേശത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. അതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാവില്ലെന്നും അച്ഛൻ പറഞ്ഞു. അച്ഛൻ്റെ സന്ദേശത്തിന് ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ കിടങ്ങൂർ ഇടവകയുടെ പേരിൽ നന്ദി പറയുന്നു. കർത്താവിലെന്നും എൻ്റെ ആശ്രയം,
കർത്തൃസേവയൊന്നാണെൻ ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. കരങ്ങൾ ഉയർത്തി വീശി പാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. കരങ്ങൾ ഉയർത്തി വീശി പാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. കുനിഞ്ഞ് കരങ്ങൾ അടിച്ചു കയറി രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. സ്വന്ത ജീവൻ തന്ന രക്ഷകൻ തള്ളുകില്ല ഏതു ദുഃഖനാളിലും. തൻ തിരു കൈകളാൽ താങ്ങി നടത്തിടും തൻ സ്നേഹം ചൊല്ലാൻ പോര വാക്കുകൾ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. വീണ്ടും ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. നന്നായിട്ട് കുനിഞ്ഞ് ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും ഇതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും ഇതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും ഇതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. കണ്ണുകൾ തുറന്ന് ഈശോയിലേക്ക് നോക്കുക. യേശു നൽകുന്ന ആത്മാവിൻ്റെ ശക്തി നിന്നിൽ നിറയുമ്പോൾ നിനക്ക് ലോകത്തിൻ്റെ ശക്തിയെ, പാപത്തിൻ്റെ ശക്തിയെ, സാത്താൻ്റെ ശക്തിയെ എന്നും എപ്പോഴും പരാജയപ്പെടുത്താനായിട്ട് സാധിക്കും. ലോകത്തിൻ്റെ ശക്തിയുടെ മേലും പാപത്തിൻ്റെ ശക്തിയുടെ മേലും സാത്താൻ്റെ ശക്തിയുടെ മേലും ദൈവം തൻ്റെ ആത്മാവിൻ്റെ ശക്തി ഈ നിമിഷങ്ങളിൽ നൽകുന്നു. അതിനാൽ ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം ലോകത്തിൻ്റെ പ്രവണത, ലോകത്തിൻ്റെ സന്തോഷം, ലോകത്തിൻ്റെ സുഖം, ലോകത്തിൻ്റെ താല്പര്യം അതിൻ്റെ പിന്നാലെ പോയോ, ഇനി അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരു പ്രവണത നിന്നിൽ ഉണ്ടാകാൻ പാടില്ല. അതിൽ നിന്നെല്ലാം നിനക്ക് പൂർണ്ണമായിട്ടുള്ളൊരു മോചനം, അതിൻ്റെ മേൽ പൂർണ്ണമായ വിജയം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി തരുന്നു. ഇതാ കർത്താവിൻ്റെ വചനം നിന്നെ ഓർപ്പിക്കുകയാണ്. റോമാലേഖനം 12-ാം അധ്യായം 2-ാം തിരുവചനം. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. ലോകത്തിൻ്റെ സുഖം, ലോകത്തിൻ്റെ താല്പര്യം, അതിൻ്റെ പിന്നാലെ ഇനി നീ പോകരുത്. ഇനി അതിൻ്റെ പിന്നാലെ പോകാതിരിക്കണമെങ്കിൽ അതിൻ്റെ മേൽ വിജയം വരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിന്നിൽ നിറയണം. 1 യോഹന്നാൻ 2-ാം അധ്യായം 15-ാം തിരുവചനം. നിങ്ങൾ ലോകത്തെയോ ലോകത്തിൻ്റെ വസ്തുക്കളെയോ സ്നേഹിക്കരുത്. ലോകത്തിൽ താൽക്കാലികമായ സുഖം, സന്തോഷം തരുന്ന ചില വസ്തുക്കളോട്, ചില സുഖങ്ങളോടുള്ള നിന്റെ താല്പര്യം, അത് ടി വി ആകാം, മൊബൈലാകാം, ഇൻ്റർനെറ്റ് ആകാം, ഈ ആധുനിക യുഗത്തിലെ ചില മാധ്യമങ്ങളോട്, ചില മീഡിയയോട്, അതിനോടുള്ള ചില ആകർഷണം, നിന്റെ ഇന്നലകളിലെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും വസ്തുക്കളോടുള്ള പ്രവണതയോ ആഗ്രഹമോ താല്പര്യമോ, അത് നിന്നിൽ ഏതെങ്കിലും വിധത്തിലുള്ള ലോക സന്തോഷം വരുത്തിയെങ്കിൽ നീ തിരിച്ചറിയുക, ലോകത്തിലെ വസ്തുക്കളിൽ ഏതെങ്കിലും കർത്താവ് തരാത്തത്, കർത്താവ് അനുവദിക്കാത്തത്, കർത്താവ് ആസ്വദിക്കാത്തത്
ഇത്തരത്തിലുള്ള ഏതെങ്കിലും ലോകപ്രവൃത്തികളുടെ ലോക വസ്തുക്കളുടേതായ പ്രവണത നിന്നുണ്ടെങ്കിൽ അതിനെല്ലാം നീ പൂർണ്ണമായ കർത്താവിൻ്റെ തിരുമുമ്പിൽ അടിയറ വയ്ക്കുമ്പോൾ അതിൻ്റെ മേൽ വിജയം വരിക്കാൻ ആത്മാവിൻ്റെ ശക്തി നിന്നിൽ നിറയും. ഈശോ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 20 വരെ തിരുവചനം, ലോകത്തിലെ മനുഷ്യർ അവർ എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും, എൻ്റെ മുഖത്ത് തുപ്പിയെങ്കിൽ നിങ്ങളുടെ മുഖത്തും തുപ്പും, എൻ്റെ കരണത്തടിച്ചെങ്കിൽ നിങ്ങളുടെ കരണത്ത് പഠിക്കും. ലോകത്തിൻ്റെ അവസ്ഥകളും വ്യക്തികളും നിങ്ങളുടെ ഇതുപോലെ എല്ലാം ചെയ്യും. ഈശോ പറഞ്ഞു, ലോകം നിങ്ങളെ ദ്വേഷിക്കും, ലോകം നിങ്ങളെ വെറുക്കും, ലോകം നിങ്ങളെ ദ്രോഹിക്കും. ഇതിൻ്റെ ഏതെല്ലാം ലോകത്തിൻ്റെ പ്രവണത ഉണ്ടാകുന്നോ അതിൻ്റെ മേലെല്ലാം വിജയം വരിക്കുവാൻ, ലോകത്തിൻ്റെ മേൽ വിജയം വരിക്കുവാൻ ദൈവത്തിൻ്റെ ശക്തി നിനക്ക് കിട്ടണം. 2 കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചോ, 2 കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചോ. ലോകത്തിൻ്റെ സുഖം, ലോകത്തിൻ്റെ സന്തോഷം, ലോക വസ്തുക്കളോടുള്ള ആഗ്രഹം, താല്പര്യം, ഇന്നലകളിൽ അത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ പ്രവണതയോ ചിന്തയോ മനോഭാവമോ അതിനുള്ള ആസക്തിയോ ആഗ്രഹമോ നിന്നിലുണ്ടായെങ്കിൽ അതെല്ലാമാണോ, അതിനെല്ലാം ഈ നീട്ടി കരങ്ങൾ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. പാപത്തിലേക്ക് നയിക്കുന്നതായ ലോക വസ്തുക്കൾ, ആ വസ്തുക്കളുടേതായ ഉപയോഗം, ആ വസ്തുക്കളുടേതായ കാഴ്ച, ആ വസ്തുക്കളുടേതായ അടുപ്പം, ഇങ്ങനെ ഇന്നലകളിൽ ഏതെല്ലാം വസ്തുക്കളോട് നിനക്ക് അടുപ്പവും താല്പര്യവും ആഗ്രഹവും ഉണ്ടായിരുന്നോ അത് നിന്നെ പാപത്തിലേക്ക് നയിച്ചോ, അതിന് ഈ നീട്ടിയ കരങ്ങളിൽ ഓരോ വ്യക്തിക്കും ഏതിലാണോ ആസക്തിയും അടിമത്തം ഉണ്ടായിരുന്നത് അതിനെ ഈ നീട്ടിയ കരങ്ങളിൽ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവായ ഈശോയെ, ലോകത്തിന്റെ മേൽ വിജയം വരിച്ച ദൈവത്തിന്റെ പുത്ര, നാളിന്ന് വരെ എന്റെ ജീവിതത്തിൽ ഏതെല്ലാം ലോകത്തിന്റെ സുഖങ്ങളാണോ, ലോകത്തിലെ വസ്തുക്കളോടുള്ള താല്പര്യമാണോ, ആഗ്രഹമാണോ എന്നെ പാപത്തിലേക്ക് നയിക്കുവാൻ ഇടയായത്, അതിനെല്ലാം ഈശോയെ ഇതാ ഞാൻ ഇപ്പോൾ അങ്ങയുടെ തിരുമുമ്പിൽ അടിയറ വയ്ക്കുന്നു. ലോകത്തിന്റെ മേൽ വിജയം വരിക്കുവാൻ അവിടുത്തെ വിജയത്തിന്റെ ആത്മാവിനെ ഇപ്പോൾ എനിക്ക് തരണമേ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിച്ചോ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. വലിയ ദാഹത്തോടെ അശുദ്ധിയെല്ലാം സാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. കണ്ണുകൾ തുറന്ന് ഈശോയിലേക്ക് നോക്ക്. ലോകത്തിൻ്റെ ശക്തിയുടെ മേൽ വിജയം വരിക്കുവാൻ ദൈവം നിന്നിൽ നിറയ്ക്കുന്ന ആത്മാവിൻ്റെ ശക്തി, ആത്മാവിൻ്റെ ശക്തി നിന്നിലെപ്പോഴും അഭിഷേകമായി മാറണം. രണ്ടാമത്തെ ശക്തിയാണ് പാപത്തിൻ്റെ ശക്തി. ഇന്നലകളിൽ നീ ചെയ്ത സകല പാപങ്ങളും അനുതപിച്ച് കർത്താവിൻ്റെ മുമ്പിൽ ഇനി ഞാൻ ചെയ്യുകയില്ല എന്ന ഉറപ്പോടുകൂടി ഏറ്റുപറഞ്ഞു. ഈ ഏറ്റുപറച്ചിൽ കർത്താവ് നിന്റെ സകല പാപങ്ങളും ക്ഷമിച്ചു നൽകി. ഇനി പാപം ചെയ്യാത്തൊരു ജീവിതം, പാപം ചെയ്യാതെ എങ്ങനെ ജീവിക്കാൻ സാധിക്കും? പാപം ചെയ്യാതെ ജീവിക്കാൻ നിന്നെ സഹായിക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതിനാൽ പാപവഴികളെ, പാപസുഖങ്ങളെ, പാപത്തിൻ്റെ ആസക്തികളെ, പാപത്തിൻ്റെ അടിമത്തത്തെ മുഴുവൻ ഉപേക്ഷിച്ച് ഈശോയോട് ചേർന്ന് യേശുവിൻ്റെ ശക്തി, ആത്മാവിൻ്റെ ശക്തി നിന്നിലൊരു അഭിഷേകമായി മാറാനായിട്ട് പോവുകയാണ്. 2 കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക, 2 കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാം തിരുവചനം, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. കർത്താവേ, ഇന്നലകളിൽ പാപത്തിൻ്റെ അടിമത്ത് എന്നിലുണ്ടായിട്ടുണ്ട്. അതിനെല്ലാം ഞാൻ അങ്ങയുടെ തിരുമുമ്പിൽ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് എനിക്ക് പരിപൂർണ്ണ പാപക്ഷമ കിട്ടി. അങ്ങയുടെ മുമ്പിൽ ഞാൻ എടുത്ത തീരുമാനം, ആ തീരുമാനത്തിൽ എനിക്കെന്നും വിജയിക്കണം. ആ തീരുമാനത്തിൽ എന്നും എനിക്ക് വിജയിക്കണമെങ്കിൽ അങ്ങയുടെ വിജയത്തിൻ്റെ ആത്മാവ് എൻ്റെ എല്ലാ പാപപ്രവണതകളുടെ മേലും വിജയം വരിക്കുവാൻ എനിക്ക് കിട്ടണം. ഏത് പാപത്തിനും
3 പ്രവണതകളുണ്ട്. പാപത്തിൻ്റെ ഒന്നാമത്തെ പ്രവണത, നീ ഒന്ന് ചെയ്താൽ, ഒരു നുണ പറഞ്ഞാൽ ആ നുണ കണ്ട് നിൽക്കില്ല, അത് നിന്നെ അടുത്തത് പറയിപ്പിക്കും. നീ ഒരു ദുശീല പ്രവൃത്തി ചെയ്താൽ ആ ദുശീല പ്രവൃത്തി നിന്നെ കൊണ്ട് അടുത്തത് ചെയ്യിക്കും. പാപത്തിൻ്റെ ഒന്നാമത്തെ പ്രവണതയാണ് ആവർത്തിക്കുന്ന പ്രവണത. നീ മൊബൈലിൽ ഒരു ചീത്ത സൈറ്റ് കണ്ടാൽ, കർത്താവ് ആശീർവദിക്കാത്ത ഒരു കാഴ്ച നീ കണ്ടാൽ, ആ കാഴ്ച നിന്നെ കൊണ്ട് അടുത്തത് ചെയ്യിപ്പിക്കും. നീ ഒരു തെറ്റായ ബന്ധത്തിലേക്ക് പോയാൽ ആ ബന്ധം കൂടുതൽ കൂടുതൽ തിന്മയിലേക്ക് പോകുവാൻ നിന്നെ പാപം പ്രേരിപ്പിക്കും. പാപത്തിൻ്റെ ഒന്നാമത്തെ പ്രവണത ആവർത്തിക്കുന്ന പ്രവണതയാണ്. പാപത്തിൻ്റെ രണ്ടാമത്തെ പ്രവണത അടിമപ്പെടുത്തുന്ന പ്രവണതയാണ്. പാപത്തിൻ്റെ മൂന്നാമത്തെ പ്രവണത ശിക്ഷിക്കുന്ന പ്രവണതയാണ്. ഇതാ, ഇന്നലകളിൽ നീ ചെയ്ത സകല പാപവും, പാപത്തിൻ്റെ അടിമത്വവും പാപത്തിൻ്റെ ശിക്ഷയും മുഴുവൻ ഈശോ നിന്നിൽ നിന്നും ഏറ്റെടുത്തു. ഇനി ഒരിക്കലും പാപത്തിൻ്റെ പ്രവണത നിന്നിലേക്ക് കടന്നു വരരുത്. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിക്കോ. അതിന് നിന്റെ കണ്ണുകൾ വിശുദ്ധീകരിക്കപ്പെടണം. നിന്നിൽ കണ്ണുകളുടെ ആസക്തി ഉണ്ടാകരുത്. നിയന്ത്രിക്കാൻ പറ്റാത്ത ആഗ്രഹത്തെയാണ് ആസക്തി എന്ന് പറയുന്നത്. കരങ്ങൾ കർത്താവിൻ്റെ നേർക്ക് നീട്ടുമ്പോൾ, കർത്താവേ, ഇന്നലകളിൽ എൻ്റെ ഈ കണ്ണുകൾ അവിടുന്ന് ആശീർവദിക്കാത്തതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാഴ്ച എന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരാസക്തിയിലേക്ക് നയിച്ചെങ്കിൽ, ആ ആസക്തികളെ പൂർണ്ണമായും ഏറ്റെടുത്ത കർത്താവേ, ഇനി ഒരിക്കലും കണ്ണുകളുടെ ആസക്തി എന്നിൽ ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ മേൽ എനിക്ക് വിജയം വരിക്കാൻ അങ്ങയുടെ വിജയത്തിൻ്റെ ആത്മാവിനെ എനിക്ക് തരണമേ. നിന്റെ ജഡത്തിൻ്റെ ആസക്തി, ജഡികമായ പ്രവണത, ജഡികമായ സുഖം, ജഡികമായ സന്തോഷം, ഇതിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ ഒരു അടിമത്തം ഉണ്ടായെങ്കിൽ ആ അടിമത്തത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. അതിൻ്റെ മേൽ വിജയം വരിക്കാൻ വിജയത്തിൻ്റെ ആത്മാവ് നിന്ന് നിറയുന്നു. ഇതാ, മറ്റ് ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള ആസക്തികളുണ്ടായെങ്കിൽ ആസക്തികളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. 2 കരങ്ങളും ഈശോയിലേക്ക് നീട്ടുന്നു. മദ്യത്തിൻ്റെ, പുകവലിയുടെ, മറ്റു ദുശീല പ്രവണതകളുടെ ഏതെങ്കിലും ആവർത്തിക്കുന്ന അടിമത്തം, ആസക്തി നിന്നിലുണ്ടെങ്കിൽ, ആവർത്തിക്കുന്ന ആഗ്രഹം നിന്നിലുണ്ടെങ്കിൽ, അതിനെ ഈ നീട്ടിയ കരങ്ങളിൽ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഓരോ വ്യക്തിയും നിന്റെ ഇന്നലകളുടെ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള ആസക്തികളും ആഗ്രഹങ്ങളും അതിനോട് പിന്നാലെ പോകുന്ന പ്രവണതയാണ് ഉണ്ടായിരുന്നത്, അതിനെല്ലാം ഈ നീട്ടിയ കരങ്ങളിൽ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത്, ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അത് വരാതെ അതിൻ്റെ മേൽ വിജയം വരിക്കാൻ അങ്ങയുടെ വിജയത്തിന്റെ ആത്മാവിനെ എനിക്ക് തരണമേ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, നാളിന്ന് വരെ എന്റെ ശരീരത്തിലെ ഏതെല്ലാം അവയവത്തിലൂടെ പാപത്തിന്റെ അവസ്ഥ എന്നിലേക്ക് കടന്നു വരുവാൻ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ ശരീരത്തിലെ ഏതെല്ലാം അവയവങ്ങളുടെ ആസക്തികൾ എന്നിൽ ഉണ്ടായോ ഈശോയെ, ആസക്തികളെല്ലാം ഇതാ ഞാൻ ഇപ്പോൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ പാപം ചെയ്യാതെ വിശുദ്ധിയിൽ, വിശ്വസ്തതയിൽ, ആത്മാർത്ഥതയിൽ, സത്യസന്ധതയിൽ എന്നും എപ്പോഴും ജീവിക്കുവാൻ ഈശോയെ എല്ലാ പാപപ്രേരണകളുടെ മേലും വിജയം വരിക്കുവാൻ വിജയത്തിന്റെ ആത്മാവിനെ എനിക്ക് തരണമേ, എനിക്ക് തരണമേ. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നൽകണമേ. ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. ഈ മണ്ണിൽ നിൽക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുമക്കൾ മുതൽ വാർദ്ധക്യത്തിലെത്തിയവർ വരെ, സ്ത്രീ പുരുഷന്മാരെല്ലാവരും, ആരോഗ്യമുള്ളവരും രോഗികളും എല്ലാവരും ആശീർവദിക്കപ്പെടട്ടെ. പുരോഹിതർ അനുഗ്രഹിക്കപ്പെടട്ടെ. സന്യസ്തർ അനുഗ്രഹിക്കപ്പെടട്ടെ. അക്രൈസ്തവ സഹോദരങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ
പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ഞായറാഴ്ച സായാഹ്നം മുതൽ ഈ സായാഹ്നം വരെ ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായ ഒരു രീതിയിലൂടെ കടത്തിവിട്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ തലമുറയ്ക്കും ദൈവാനുഗ്രഹം സമ്മാനിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കിടങ്ങൂർ ഉണ്ണിമിശിഹ പള്ളിയിലെ യുവജനങ്ങളുടെ പ്രതിനിധികളാണ്. ഞങ്ങളിന്ന് വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ ആയിരിക്കുന്നത്. ഒത്തിരി ആത്മീയമായി ഒത്തിരി മനസ്സുകൾക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചു. രാവിലെ 5:15 നല്ല മഞ്ഞുള്ള സമയത്തൊക്കെ എനിക്ക് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും പക്ഷെ അതൊക്കെ വേർത്തായിട്ട് തോന്നി. നല്ല ധ്യാനവും അതുപോലെ എൻ്റെ പാരൻസുമായിട്ട് ഇപ്പോൾ ഇന്നത്തെ രാവിലത്തെ ശുശ്രൂഷയൊക്കെ മക്കളെയൊക്കെ പാരൻസുമായിട്ട് അടുപ്പിക്കണ കുറേ നല്ല ശുശ്രൂഷകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ തലയിലൊക്കെ കൈവച്ച് അവർ പ്രാർത്ഥിക്കുകയൊക്കെ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ യുവതലമുറയ്ക്ക് ഇത്രയും പ്രലോഭനങ്ങളുടെ ഇടയിൽ കൂടെ ഞങ്ങൾ ജീവിതം കടന്നു പോകുമ്പം ഒത്തിരി എന്താ പറയുക ലൈവായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞാണ് അച്ഛൻ ഞങ്ങളെ കർത്താവിലേക്ക് അടുപ്പിക്കുന്നത്. ഒരുപാട് ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച അതിനുള്ള കൃപ കിട്ടുമെന്ന് അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ എക്സ്പീരിയൻസിലൂടെ അച്ഛൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പോപ്പുലർ മിഷൻ ധ്യാനം കൂടുന്നത്. ഞങ്ങളെല്ലാ യുവജനങ്ങളെയും ഹരം കൊള്ളിപ്പിച്ച ഒരു ധ്യാനം തന്നെയെന്നത് പറയാം. ഞങ്ങളുടെ പ്രായത്തിൻ്റെതായ എല്ലാ പോരായ്മകളും മനസ്സിലാക്കാനും അതനുസരിച്ച് അതിനുള്ള ഓരോ മാർഗങ്ങളും മനസ്സിലാക്കാനും ഈ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു. ഇനിയും എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ഒരു ധ്യാനം കൂടിയാലോ എന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. ആദ്യം കുറച്ച് മടിയൊക്കെ ആയിരുന്നു ധ്യാനത്തിന് വരാൻ. പിന്നെ എനിക്ക് പതിയെ അത് മാറി. ഇപ്പോൾ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ കുറേ പുതിയ ശുശ്രൂഷകളൊക്കെ ഫീൽ ചെയ്യാൻ പറ്റി. മാതാപിതാക്കളുടെ കൂടെ ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കുറച്ച് ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നത്. എൻ്റെ പേര് സുജിത്ത് വർഗീസ്. ഞാൻ കിടങ്ങൂർ ഇടവേളാണ്. എവർഗ്രീൻ സെൻ്ററാണ് ഞങ്ങളുടെ യൂണിറ്റ്. ഞങ്ങൾക്ക് വളരെ നല്ലൊരു നവീകരണ ധ്യാനമായിരുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ലൊരു അഭിമാനം തോന്നുന്ന വളരെ ഒരു സന്തോഷം നൽകുന്ന ഒരു ധ്യാനമായിരുന്നു. എല്ലാ ദിവസവും കാലത്ത് ഞങ്ങളുടെ ക്യാപ്റ്റന്മാരുടെ ചേർന്ന് ഞങ്ങൾ കാലത്ത് തന്നെ സെൻറ്ററിലേക്ക് വരികയും അച്ഛൻ്റെ ദിവ്യബലിയോട് കൂടി ആരംഭിക്കുകയും വചനം പങ്കുവയ്ക്കുകയും ചെയ്യും. അതുപോലെ തന്നെ എല്ലാവരും പരസ്പരം അനുരഞ്ജനപ്പെട്ട് കുംസാരിച്ച് കുർബാന സ്വീകരിച്ച് വിശദീകരിക്കപ്പെട്ട് വളരെ സന്തോഷവന്മാരാണ് എല്ലാ ദിവസവും തന്നെ എല്ലാ മക്കളും ഞങ്ങൾ സെൻറ്ററിലേക്ക് കടന്നു വന്നിരുന്നത്. അതുപോലെ തന്നെ അവസാന ദിവസങ്ങളിൽ തന്നെ ആയാലും എല്ലാവർക്കും വളരെ കൂടുതൽ ഊർജ്ജസ്വം വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ദിവസങ്ങളായിരുന്നു അവസാന ദിവസങ്ങളിലേക്ക് വന്നിരുന്നത്. കിടങ്ങൂർ ഇടവകയ്ക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്നോണം ലഭിച്ച ഒരു ധ്യാനമായിട്ടാണ് ഞങ്ങളിതിനെ കാണുക. വർഷങ്ങൾക്ക് മുമ്പാണ് പോപ്പുലർ മിഷൻ ധ്യാനം ഇവിടെ നടന്നത്. പ്രത്യേകിച്ച് സഭയിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഈ സമയത്ത് തീർച്ചയായിട്ടും മനുഷ്യൻ്റെ മനസ്സിൽ വിശ്വാസത്തിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട് നടക്കുന്ന ഈ സമയത്ത് വിൻഷെന്യൻ സഭാംഗങ്ങൾ ഞങ്ങൾക്കായിട്ട് വിശ്വാസത്തിൻ്റെ കതിര് നൽകാൻ വളരെ സാഹചര്യം ഒരുക്കിയ ധ്യാനമാണ് ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ചത്.